ദൈവം ഇടപെട്ടാൽ അസാധ്യമായത് സാധ്യമാകാൻ തുടങ്ങും. പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? മറിയത്തിൻ്റെ ഉള്ളിൽ ലോകത്തിൽ നിന്ന് കിട്ടിയ ഒരു ജ്ഞാനം. മറിയം കണ്ടിട്ടുണ്ട്, ഒരു സ്ത്രീ ഗർഭം ധരിക്കണമെങ്കിൽ ഒരു പുരുഷൻ്റെ സംസർഗം അത്യാവശ്യമാണ്. ഈ ഒരു സത്യം, ഈ ലോകജ്ഞാനം പഠിച്ചു വച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഒരു സത്യം തലയ്ക്കകത്ത് കിടന്നാൽ ദൈവം പറയുന്ന സത്യം വെളിപ്പെടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അച്ഛനീ പറയുന്നത്, നിങ്ങൾ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ട് ഇതാണ് എൻ്റെ വീട് എന്ന് വിചാരിച്ചിരുന്നാൽ ദൈവം വെളിപ്പെടുത്തി തരുന്നത് എനിക്ക് വെളിപ്പെട്ടിട്ടില്ല. എൻ്റെ ഭാര്യ നന്നാവില്ല, എൻ്റെ ഭർത്താവ് നന്നാവില്ല, എൻ്റെ വീട് ശരിയാവില്ല. ഈ ഒരു സത്യം നീ തലയ്ക്കകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ദൈവം നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും, മനസ്സിലാവില്ല. അപ്പോൾ ഗബ്രിയേൽ ദൂതന് മനസ്സിലായി, മറിയത്തിൻ്റെ തലയിൽ എന്താ കിടക്കുന്നത്? ലോകജ്ഞാനം എന്ന് പറഞ്ഞ എന്നതാ? ലോകത്തിൽ നിന്ന് ഇവൾ മനസ്സിലാക്കിയ ഒരു ജ്ഞാനം, ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയ അനുഭവ ജ്ഞാനം. ഈ ചുറ്റുപാടുകൾ ഇവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവളുടെ ശരീരത്തിൻ്റെ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം തട്ടാതിരിക്കാൻ നിർമ്മലതയോടെ തന്നെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇവൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ട് പോലും ഇല്ല. പിന്നെ എനിക്ക് എങ്ങനെ ഗർഭം ധരിക്കും? പിന്നെ എൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ ജ്ഞാനം കടന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം കണ്ട് ഇറങ്ങി വരുന്നില്ല. മാലാഖയ്ക്ക് ഇടപെട്ടു. മാലാഖയ്ക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയ്ക്ക് പറ്റിയത് ഏതാ തലയിൽ കിടക്കുന്നത്? പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓർക്കണം, എൻ്റെ വീടിനകത്ത്, എൻ്റെ സാഹചര്യത്തിനകത്ത് ലോകജ്ഞാനം കിടന്നാൽ ദൈവജ്ഞാനം വരില്ല. അപ്പം മാലാഖ പറഞ്ഞൊരു കാര്യം ചെയ്യും. ലോകത്തിൽ നിന്ന് പഠിച്ച കാര്യമാണല്ലോ മറിയമേ നീ പറഞ്ഞത്, നീ ആ ലോകത്തിലേക്ക് ഒന്നോടെ നന്നായി നോക്കിക്കേ. അപ്പം മറിയം ചോദിച്ചു, എങ്ങനെയാണ് നോക്കേണ്ടത്? ഏറ്റവും എളുപ്പം ലോകത്തിലേക്ക് നോക്കാൻ നിൻ്റെ പള്ളിയിലേക്ക് നോക്കിയാൽ മതി. ഇത് ഞാനങ്ങനെ ഒരു ഭാവനയെ പറയുന്ന കേട്ടോ, സംഭവം ഇത്രയല്ലേ ഉള്ളൂ, ഇങ്ങനെയല്ല അത്. അവൻ പറയും, ചോദിച്ചാൽ എങ്ങോട്ടാ നോക്കേണ്ടത്? നിന്റെ വികാരിയച്ഛനെ ഒന്ന് നോക്കിക്കേ. എന്താ നിന്റെ വികാരിയച്ഛൻ്റെ പേര്? സക്കറിയ പുരോഹിതൻ അല്ലേ? സക്കറിയ പുരോഹിതനാണ് മറിയത്തിൻ്റെ വികാരിയച്ഛൻ. അന്ന് കൊച്ചമ്മയുടെ പേരെന്താ പറ? എലിശബത്ത് കൊച്ചമ്മ. സക്കറിയ പുരോഹിതൻ, ഭാര്യ എലിശബ. ഇടവകയിലെ എല്ലാവർക്കും അറിയുന്ന രണ്ടുപേരാണ് അല്ലേ? യെറുശലേമിലെ ഇടവക പള്ളിയിലെ അറിയുന്ന പ്രധാന പുരോഹിതനാണ്, പുരോഹിതൻ്റെ ഭാര്യയാണ്. അടുത്തത് ഈ ഭാര്യ നാട്ടുകാരെന്താ വിളിക്കുന്നത്? മച്ചി എന്നാണ് വിളിക്കുന്നത്. ഈ ഭാര്യയ്ക്ക് നാട്ടുകാരൊരു പേരിട്ടു, മച്ചി. എൻ്റെ അർത്ഥം എന്താ? പ്രസവിച്ചിട്ടില്ല, മക്കളില്ല. നാട്ടുകാർ വിളിക്കുന്ന പേര് എവിടെ കേട്ടിട്ടുണ്ട്? സ്വർഗം കേൾക്കാൻ പാകത്തിന് ഇവർ വിളിച്ചിട്ടുള്ളത്. മുദ്രകുത്തി അഡ്രസ്സ് അങ്ങനെയാണ്. എന്താ ദൂതൻ ചോദിച്ചെന്നറിയോ? മറിയം, നിന്റെ തലക്കകത്തൊരു ജ്ഞാനം കിടക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൂടെ സംസർഗം നടത്തിയാലാണ് എന്ത് സംഭവിക്കുക? ഗർഭം ധരിക്കുക. ഇതാണ് നിന്റെ ഉള്ളിൽ കിടക്കുന്ന ജ്ഞാനം. ഇതാ ഞാൻ നിന്നെ രണ്ട് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചു. നീ നോക്കുക, എലിശബ എന്ന് പറയുന്ന ഒരു സ്ത്രീ സക്കറിയ എന്ന് പറയുന്ന ഒരു പുരുഷൻ്റെ കൂടെ ഈ നീണ്ട വർഷം സംസർഗം നടത്തി ജീവിച്ചു. മക്കളുണ്ടായോ? പുരുഷ സംസർഗം ഉണ്ടെങ്കിൽ മക്കളുണ്ടാകുന്ന ലോകജ്ഞാനം. പുരുഷ സംസർഗം ഉണ്ടായാലും മക്കൾ ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. എന്നിട്ട് ദൂതൻ എന്താ പറയുന്നറിയോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായി എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും, എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനൊന്നും. ഇതാ നമ്മുടെ ധ്യാനത്തിൻ്റെ അടിസ്ഥാന ചിന്ത. എൻ്റെ ദൈവത്തിനൊന്നും, ഉറക്കെ പറഞ്ഞ് ദൈവത്തിനൊന്നും. എല്ലാവരുടെയും വായിന്ന് വീഴട്ടെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ മറിയത്തിൻ്റെ ഉള്ളിൽ അനുസരണത്തിൻ്റെ അരൂപി ശക്തിപ്പെട്ടു. മറിയ അനുസരണം ഇല്ലാത്തവളെ നല്ല അച്ഛൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ധ്യാനിക്കരുത്. മറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അനുസരണത്തിൻ്റെ അരൂപി ശക്തിപ്പെട്ട് പറഞ്ഞു. എന്നെ പറയുന്നറിയോ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അടുത്തത് അനുസരണത്തിൻ്റെ അരൂപി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്തോ അത് എന്നിൽ നടക്കട്ടെ. ഇതിൻ്റെ പേരാണ് അനുസരണം. ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണോ ഇഷ്ടം അത് എന്നിൽ സംഭവിക്കട്ടെ. മറിയം പറഞ്ഞതിൻ്റെ അർത്ഥം എന്തറിയോ? ഞാൻ അപ്പനില്ലാത്ത ഒരു കൊച്ചിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് നാട്ടുകാരെന്നെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ദൈവം ഇഷ്ടമെങ്കിൽ നടക്കട്ടെ. നാട്ടുകാരെന്നെ വേശ്യ എന്ന് വിളിക്കണം എന്നുള്ളതാണ് ദൈവം ഇഷ്ടം, അത് നടക്കട്ടെ. ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ പരിഹസിക്കപ്പെട്ട് ഏറുകൊള്ളണമെന്നാണ് ദൈവം ഇഷ്ടമെങ്കിൽ അത് നടക്കട്ടെ. ദൈവ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ.
അടുത്ത വ്യാഖ്യാനം, ഈ കള്ളുകുടിയൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ, അത് ഇച്ചിരി പൊളിക്കുക വെച്ചാൽ അത് ഞങ്ങൾ പറയില്ല. അത് നിങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ മെനകെട്ട ഭാര്യയുടെ കൂടെ ജീവിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ ഉണ്ടോ, അതാരും മിണ്ടൂല. ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം. ഇയാളോടുകൂടെ പൊറുക്കാനാണ്, ഇവളോടുകൂടെ പൊറുക്കാനാണ്. അടുത്തത്, ഈ രോഗത്തോടുകൂടി ജീവിക്കാനാണ്, ഈ പ്രതിസന്ധിയിൽ നിലകൊള്ളാനാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടമെങ്കിൽ ഞാനിത് കർത്താവിൻ്റെ അവിടെ അടുത്ത അത്ഭുതം നടക്കാൻ തുടങ്ങുക. അപ്പോൾ അനുസരിക്കണമെങ്കിൽ എന്ത് വേണം? ലോകജ്ഞാനം എടുത്ത് മാറ്റി വെക്കണം. ഒരു ഹാലലിയ പറഞ്ഞ് ഞാനൊരു പ്രധാന കാര്യം പറയാൻ ഇത്രയും സമയം ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞത്, ലോകം അനുഭവങ്ങൾ നിനക്ക് തന്ന സത്യത്തെ ഒന്ന് മാറ്റി വെക്കുക. ഈ ധ്യാനത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. അനുഭവങ്ങൾ, ഇന്നലെ കിട്ടിയ ഒരു അനുഭവം, അവൾ പറഞ്ഞത്, അയാൾ പറഞ്ഞത്, അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കേണ്ടത്, വലിയ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, ഇത് പല മക്കളെയും ബാധിക്കുന്നത് അങ്ങനെയാണ്. അപ്പനെ വളച്ചു കൂട്ടി തളർച്ചിട്ട അമ്മ, ആ അമ്മയുടെ പെൺമക്കൾ ഏതെങ്കിലും വീട്ടിൽ കല്യാണം കഴിഞ്ഞെന്ന് കഴിഞ്ഞാൽ അവരും ശ്രമിക്കും ഭർത്താവിനെ ഇങ്ങനെ ഒന്നാക്കാൻ. അനുഭവങ്ങൾ നിൻ്റെ അടുത്ത് തന്ന ജ്ഞാനം അതവിടെ താഴ്ത്തി വെക്കുക, അത് മാറ്റുക, എന്നിട്ട് ദൈവസന്നിധിയിൽ തലകൊണ്ട് വണങ്ങുക. മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതമെന്നിൽ അനുസരണ. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ തലയ്ക്കകത്ത് വരുന്ന ലോജിക്കിനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കുക. ഒന്നോടെ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും. യേശുവിൻ്റെ അപ്പോസ്തോലന്മാരിൽ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നത് ആരെയെന്നറിയോ? ആരെയാ? യോഹന്നാനെയാണ്. യോഹന്നാനെ വിളിക്കുന്നവർ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനാണ്. ഇനി ഞാൻ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ 12 അപ്പോസ്തോലന്മാരിൽ ഒരുവൻ കെട്ടിഞ്ഞാണ് ചത്തു. ബാക്കി 11 10 എണ്ണത്തിനെ വെട്ടിയും മെറിഞ്ഞും മരത്തി തൂക്കിയൊക്കെ ആയിട്ട് കൊന്നുകളഞ്ഞു. എന്നാൽ യോഹന്നാനെ കൊല്ലാൻ, ഒന്നോടെ, യോഹന്നാനെ കൊല്ലാൻ ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെയും കയ്യിൽ ഒരു ആയുധവും പൊങ്ങിയില്ല. യോഹന്നാനെ കൊല്ലണമെന്നുണ്ടായിരുന്നു. യോഹന്നാൻ്റെ കൂടെയുള്ള യാക്കോബിനെ ശിരച്ഛേദം ചെയ്ത് കൊന്നു. യോഹന്നാനെ കൊല്ലണമെന്നുണ്ടായിരുന്നു, പറ്റുന്നില്ല. അവനെ കൊല്ലാൻ കരുത്തില്ലാത്തത് കൊണ്ട് അവനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. യോഹന്നാനിലേക്ക് നോക്കുമ്പോൾ കൊലയാളികൾക്ക് പോലും സ്നേഹമാണ് തോന്നുന്നത്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണ്. ഇനി യോഹന്നാൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുക. യോഹന്നാൻ ആരാണ്? യോഹന്നാനാണ് പണ്ടൊരിക്കൽ അമ്മയെ പറഞ്ഞു വിട്ട് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, അതേ ഇങ്ങനെ രാജസ്ഥാനം പ്രാപിച്ചു വരുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കണോ, എനിക്ക് എൻ്റെ ചേട്ടനും ഇടത്തും വലത്തിരിക്കണം എന്ന് പറഞ്ഞ അധികാരമോഹിയാണ്. യേശു ഒരിക്കൽ യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഗ്രീക്കുകാരുടെ വഴിയിലൂടെ, സമരിയക്കാരുടെ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ യേശു പോകുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ സുവിശേഷ വേലയൊക്കെ ക്രമീകരിക്കും. യാക്കോബ് യോഹന്നാനാണ് മുന്നിൽ പോയത്. അപ്പോൾ സമരിയക്കാരോട് പറഞ്ഞു, ഗുരു വരുന്നുണ്ട്, ഇവിടെ ഒരു യൂണിറ്റൊക്കെ തുടങ്ങാം, പ്രാർത്ഥനയൊക്കെ തുടങ്ങാം. അപ്പോൾ സമരിയക്കാർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ സമരിയക്കാർ പറഞ്ഞു, ഇവിടെ വന്ന് യൂണിറ്റൊക്കെ തുടങ്ങി, പ്രാർത്ഥനയും തുടങ്ങി, സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് നിങ്ങളുടെ ഗുരു അങ്ങോട്ട് പോണത്? ഇതിലേക്ക് കയറി യെരൂശലേമിലേക്ക് പോവുകയാണ്. ആ പരിപാടി പറ്റിയല്ല. സമരിയക്കാർ പറഞ്ഞു, ആ പരിപാടി പറ്റിയല്ല, ഞങ്ങളുടെ നാട്ടിൽ കൂടെ കയറി യെരൂശലേം ദേവാലയത്തിലേക്ക് പോകാൻ പറ്റില്ല, എന്നാൽ പിന്നെ വേറെ വഴിക്ക് പോകും, ഞങ്ങളും യെരൂശലേമിലുള്ളവരായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ യോഹന്നാനൊക്കെ ദേഷ്യം, നമ്മളൊരു കാര്യം അറേഞ്ച് ചെയ്തിട്ട് ഉമാർ പൊളിക്കുകയാണല്ലോ. യോഹന്നാൻ വേഗം യേശുവിൻ്റെ അടുത്തേക്ക് വന്നു, യാക്കോബ് യോഹന്നാനും കൂടെ, കർത്താവേ നമ്മുടെ മീറ്റിങ്ങിനെ അവന്മാർ പൊളിക്കാൻ നിൽക്കുകയാണ്, ഒരു കാര്യം ചെയ്യട്ടെ, പണ്ട് ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് തീയിറങ്ങി ഒക്കെ ഇതിനെ കത്തിച്ചില്ലേ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കട്ടെ. യോഹന്നാൻ്റെ സ്വഭാവം മനസ്സിലായോ? കത്തിച്ച് കളയാൻ വേണ്ടി ജീവിച്ച ആളാണ്. നമുക്കെതിരെ നിൽക്കുന്നതിനെ നശിപ്പിച്ചേക്കാം. ആ യോഹന്നാനാണ് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായത്. എങ്ങനെയാണെന്നറിയോ? അത് ഈ തലയുമായി ബന്ധപ്പെട്ടൊരു കാര്യം അച്ഛൻ ഈ പറഞ്ഞു വരുന്നത്. എങ്ങനെയാ മാറിയെന്നറിയോ? സഹിയനൂട്ടുശാലയിൽ മശിഹ തൻ്റെ ശരീരരക്തങ്ങൾ വിഭജിച്ച് സ്നേഹത്തിൻ്റെ അഭിഷേക ആരാധന നടത്തുമ്പോൾ യോഹന്നാൻ അവൻ്റെ തല എവിടെ കൊണ്ടുവച്ചു? യേശുവിൻ്റെ നന്നായിട്ട് പറ, യേശുവിൻ്റെ മാറിടത്തിൽ. മലയാള ഭാഷയിൽ വക്ഷസ് എന്ന് എഴുതിയിരിക്കുന്നു. വക്ഷസ് എന്ന് പറഞ്ഞ സ്ത്രീലിംഗ പദമാണത്രേ. മാറിടമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അമ്മയുടെ മുലപ്പാൽ ചരത്തി വരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മാറിടം. യേശുവിൻ്റെ മാറിടത്തിൽ തല കൊണ്ടുവച്ചു, അതിൽ നിന്ന് നുകർന്ന് കുടിച്ചത്രേ. തല നെഞ്ചി കൊണ്ടുവെക്കുക, അതൊരു വലിയ അർത്ഥമുള്ള സംഭവമാണ്. തലയെ കൊണ്ട് മുട്ടിക്കല്ലേ ഇത്? തലയിൽ കിടക്കുന്ന അനുഭവങ്ങൾ, ജ്ഞാനങ്ങൾ, ചിന്തകൾ, യുക്തി മുഴുവൻ യേശുവിൻ്റെ ഒഴുകി വരുന്ന സ്നേഹത്തിന് മുമ്പിൽ കൊണ്ടങ്ങ് വെച്ചു. അവൻ്റെ തലയിൽ പിന്നെ വന്നത് ലോജിക്കല്ല, സ്നേഹമാണ്. അവനെന്ത് വിളിച്ചു? പിന്നെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. അനുസരണം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്, എളിമപ്പെടാൻ തയ്യാറാവുക എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു വിശ്വാസകാര്യം പറഞ്ഞു. അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എന്ത് തരുന്നോ അത് സ്വീകരിക്കാനുള്ള എളിമയുണ്ടാവുക. ദമ്പതി ധ്യാനത്തിൻ്റെ ഈ ക്ലാസ്സിലെ ആദ്യ ധ്യാന വിഷയം ഞാൻ പറഞ്ഞു. ഇത്രയും നേരം ആമുഖം പറഞ്ഞിട്ട് ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞു. നിൻ്റെ വീട്ടിൽ ദൈവം എന്ത് തന്നോ അത് സ്വീകരിക്കാനുള്ളൊരു എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം തന്നതിനെ സ്വീകരിക്കാനുള്ളൊരു എളിമ തരണമേ, അവനവൻ പ്രാർത്ഥിക്കുക. ഞാനീ പറയുന്ന വാക്കുകളോ ഇതൊന്നുമല്ല ധ്യാനിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, തേരഹിനെ കാനാൻ ദേശത്തേക്ക് അയച്ചപ്പോൾ അവൻ ഹാരാനിൽ വാസമുറപ്പിച്ചു. കാനാനിലേക്കുള്ള യാത്രയിൽ വഴിവക്കിൽ യാത്ര ഉറപ്പിക്കാൻ എനിക്കിട വരരുതേ. അങ്ങ് പറഞ്ഞതിനെ അബ്രഹാം ഇടതടവില്ലാതെ അനുസരിച്ചു, പ്രതിചോദ്യമില്ലാതെ അനുസരിച്ചു. അങ്ങ് പറഞ്ഞ സത്യത്തെ പരിശുദ്ധ അമ്മ സംശയമില്ലാതെ അനുസരിച്ചു, സ്വീകരിച്ചു. എന്നെ ഒന്ന് സഹായിക്കണമേ. ഇനി നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. ദൈവം എനിക്ക് തന്ന പങ്കാളിയെ, ഇത്രയും കുറവുണ്ടായിട്ടാണ് ദൈവം എനിക്ക് തന്നത്, അതുപോലെ സ്വീകരിക്കാൻ എനിക്കൊരു അഭിഷേകം നൽകണമേ. എൻ്റെ പങ്കാളിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി കുറവ് തോന്നുന്നുണ്ട്. എൻ്റെ പങ്കാളിയുടെ ജീവിതത്തിലെ പലതും എനിക്ക് ഇഷ്ടപ്പെടാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല. പക്ഷെ ദൈവവചനം എങ്ങനെയാണ്? ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം തന്നതാണ് എനിക്കിതിനെ. അതുകൊണ്ട് ഞാനിതാ ദൈവനാമത്തെ സ്വീകരിക്കുന്നു. തല്ലിയിട്ടുണ്ട്, അവിശ്വസിച്ചിട്ടുണ്ട്, അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള പാപത്തിലൂടെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലിപ്പോൾ ദൈവമേ, അനുസരണത്തിൻ്റെ ശക്തമായ അരൂപി എന്നിൽ അഭിഷേകമായി തീരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഈശോയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ. ധ്യാനിക്കുക, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങ് തന്നതിനെ മുറുമുറുപ്പില്ലാതെ സ്വീകരിക്കാൻ എന്നിലൊരു അഭിഷേകം പകരണമേ. എവിടെയെല്ലാം ദൈവം തന്നതിനെ നീ ചോദ്യം ചെയ്തിട്ടുണ്ട്, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ഇതിൻ്റെ മാതാപിതാക്കളെ, ഇതിൻ്റെ സഹോദരി സഹോദരങ്ങളെ, എനിക്ക് ദൈവം തന്നതാണ്. ദൈവം എനിക്ക് ഈ പങ്കാളിയെ തന്നപ്പോൾ കൂടെ തന്നതാണ്. അതൊക്കെ അതിനോടൊക്കെ ഞാനെടുത്ത തെറ്റായ നിലപാടുകൾക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബാവസ്ഥയിൽ ദൈവം തന്ന പ്രതിസന്ധിയെ ഞാനിതാ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ദൈവം പറയാണ്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തതാണ്, നീ എന്നെ തിരഞ്ഞെടുത്തതല്ല. അതിലൊരു ആത്മാവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. അനുസരിക്കാനും സ്വീകരിക്കാനും ആത്മാവ് കിട്ടാൻ എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, അങ്ങ് തന്നതിന് ഞാനിതാ സ്വീകരിക്കുന്നു. ഒട്ടും പുറന്തള്ളാതെ അങ്ങ് തന്ന സന്തോഷങ്ങളെ, അങ്ങ് തന്ന സങ്കടങ്ങളെ, അങ്ങ് തന്ന നേട്ടങ്ങളെ, അങ്ങയുടെ അറിവോടെ വന്ന കോട്ടങ്ങളെ ഞാനിതാ ഒരു എളിയ ദാസനെ പോലെ, ദാസിയെ പോലെ സ്വീകരിക്കുന്നു. അതിൻ്റെ അരൂപി എൻ്റെ മേൽ പ്രവേശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. എളിമയോടെ സ്വീകരിക്കാനുള്ള അഭിഷേകം കൊടുക്കണമേ. എളിമയോടെ സ്വീകരിക്കാനുള്ള അഭിഷേകം കൊടുക്കണമേ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വാഗ്ദാനം കിടക്കുന്നുണ്ട്. എളിമയോടെ സ്വീകരിച്ചാൽ ഞാൻ നിന്നെ മഹത്തരമാക്കും. എളിമയോടെ സ്വീകരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എളിമയോടെ സ്വീകരിച്ചാൽ നീ ഒരു അനുഗ്രഹമായി മാറും. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് എളിമയോടെ കടന്നു ചെല്ലാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. കരുണ്യവാനായ ദൈവമേ, കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദമ്പതികളെ സമർപ്പിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അബ്രാഹാമ്യ ഭവനം അല്ലെങ്കിൽ അബ്രാഹാമ്യ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? അനുസരണം. ദൈവം തന്നതിനെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക. അതെന്തൊക്കെയാണെന്ന് അവനവൻ തന്നെ ധ്യാനിച്ചു കൊള്ളണം. അതിൻ്റെ ഉള്ളിൽ വാഗ്ദാനമുണ്ട്. അബ്രാഹാമിൻ്റെ അടുത്ത പ്രത്യേകത ഇതാണ്. ഇതാ, അബ്രാഹാം പോകാൻ നേരത്ത് സഹോദരപുത്രനായ ലോത്തും അവൻ്റെ കൂടെ പോയി. അങ്ങനെ പോയപ്പോൾ അവരൊന്നിച്ചാണ് ജീവിച്ചത്. എന്നാൽ അവരുടെ ആടുമാടുകൾ ദൈവാനുഗ്രഹത്താൽ സമ്പന്നമായി. അവരുടെ മൃഗസമ്പത്ത് വർദ്ധിച്ചു. വലിയ സമ്പന്നതയിലേക്ക് അവരെത്തിച്ചേർന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായി.
അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും വേലക്കാർ തമ്മിൽ കലഹമുണ്ടായി. അപ്പോൾ അബ്രഹാം പറയുകയാണ്, ശ്രദ്ധിക്കണം, കലഹമുണ്ടായപ്പോൾ അബ്രഹാമിന് മനസ്സിലായി അഭിഷേകമില്ലാത്ത വേലക്കാരുടെ ഇടയിൽ കിടക്കുന്ന കലഹം എവിടേക്ക് വരാൻ സാധ്യതയുണ്ട്? അഭിഷിക്തരായ ഞങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് വിശ്വാസമുള്ള ഞങ്ങളിലേക്ക് ലോകബോധത്തിൽ കിടക്കുന്നവരുടെ കലഹം കയറി വരാൻ സാധ്യതയുണ്ട്. ഒരു ഹല്ലേലൂയ പറ. പല കലഹം അങ്ങനെയല്ലേ വരുന്നേ, അല്ലേ? പല വീടുകളിലും കലഹം വരുന്ന അങ്ങനെയല്ലേ? പല ജീവിതങ്ങളിലും പ്രതിസന്ധി വരുന്ന അങ്ങനെയല്ലേ? മറ്റുള്ളവർ എവിടെയെങ്കിലും ഉണ്ടാക്കിയിടും, അതിങ്ങോട്ട് കയറി വരും, ആദ്യം ബ്ലോക്ക് ചെയ്തുള്ളതിന്. അബ്രഹാമിന് ജ്ഞാനമുള്ളതുകൊണ്ട് അബ്രഹാമിന് മനസ്സിലായി താഴെ തട്ടിൽ കിടക്കുന്ന കലഹം കോണിപ്പടി കൂടെ കയറി വരുന്ന പോലെ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. സമ്പത്തിനെ കേന്ദ്രീകരിച്ച് വരുന്നത്. അപ്പം അബ്രഹാം പറഞ്ഞു, സമ്പത്തല്ല പ്രധാനം, നമ്മുടെ സ്നേഹമാണ് പ്രധാനം. സമ്പത്തല്ല പ്രധാനം, നമ്മുടെ സ്നേഹമാണ് പ്രധാനം. സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഏത് ഉപാധി വേണമെങ്കിലും സ്വീകരിക്കാം. അതുകൊണ്ട് നമുക്ക് വേറെ മാറി താമസിക്കാം. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വേറെ മാറാം. ഒന്നോടെ ശ്രദ്ധിക്കുക, കുടുംബങ്ങളിൽ വേറെ പോകുന്നത് എന്തിനാണ്? സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ. രണ്ട് തരത്തിൽ വേറെ പോകും. ചിലർ വേറെ പോകുന്നത് എന്തിനാണെന്നറിയോ? ഞാനാ എൻ്റെ പാടാ, എന്നാൽ പിന്നെ ഞങ്ങളങ്ങ് പോയേക്കാം. അങ്ങനെയല്ല വേറെ പോവുക. ഇതാ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു വേറെ പോകാം. എങ്ങനെ പോകണമെന്നറിയോ? നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, ഇനി നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഇവിടെ ലോത്തല്ല പ്രധാന വിഷയം, അബ്രഹാമാണ് നമ്മുടെ ധ്യാന വിഷയം. അബ്രഹാമാണ്. ലോത്തിൻ്റെ വിശ്വാസം എന്നാണോ ദൈവം പറഞ്ഞേ? അബ്രഹാമിൻ്റെ ഭവനം അല്ലേ? അബ്രഹാമാണ് ആരാധന വിഷയം ഇവിടെ, അല്ല ധ്യാന വിഷയം ഇവിടെ. എന്താണ് ദൈവം അബ്രഹാമിന് ഇവിടെ കൊടുത്ത അനുഭവം? ദൈവം പറഞ്ഞല്ലേ ഈ അനുഭവം ഉണ്ടായത്? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു വേർതിരിക്കുക. അബ്രഹാം വളരെ സൗമ്യം പറഞ്ഞു, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ലോത്ത് ആരാന്നറിയോ? അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ്, അല്ലേ? നേരത്തെ മറിച്ച് നാഹോറിൻ്റെ മകനാണ്. അപ്പോൾ ലോത്ത് എന്താ പറയേണ്ടത്? ഇച്ചായ അല്ലെങ്കിൽ കൊച്ചപ്പ, അപ്പച്ച, എൻ്റെ അപ്പൻ്റെ സ്ഥാനത്തുള്ള ആളാണ്, അങ്ങക്ക് ഇഷ്ടമുള്ളത് അങ്ങെടുത്തോ, അങ്ങനെയല്ലേ പറയുക. പക്ഷെ ലോത്ത് എന്താ പറഞ്ഞറിയോ? ലോത്തൊന്ന് വട്ടം കറങ്ങി നോക്കി. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അച്ഛനീ പറയുന്നത്. ലോത്തൊന്ന് വട്ടം കറങ്ങി നോക്കി. ഇതാ യോർദാൻ സമഭൂമി, ഗംഭീരമായ മേച്ചിൽപ്പുറങ്ങൾ, നല്ല താഴ്വാരം, നീർവാഴ്ച, സമ്പൽ സമൃദ്ധമാണ് അവിടെ. ഇപ്പുറത്തേക്ക് നോക്കി, ഇതാ മുഴുവൻ പാറക്കെട്ടുകളാണ്, വരണ്ട സ്ഥലമാണ്, കാര്യമായിട്ടൊന്നും അവിടെ ഇല്ല. ലോത്ത് പറഞ്ഞു, എനിക്ക് ആ പച്ചപ്പുള്ള സ്ഥലം മതി, എനിക്ക് ആ സമൃദ്ധിയുടെ ഇടം മതി എനിക്ക്. അപ്പം അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, അതെന്നെ പരിപാടിയുടെ ഇറക്കുക, കുറച്ച് എനിക്കെന്താ? അങ്ങനെ പറഞ്ഞോ? ഇല്ല. അബ്രഹാം പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഇതാ ലോത്ത് സമ്പൽ സമൃദ്ധമായ മേച്ചിൽപ്പുറങ്ങളുള്ള സുന്ദരമായ ദേശം, എങ്ങനെ കാഴ്ചക്ക് സുന്ദരമായ ദേശം ലോത്ത് തിരഞ്ഞെടുത്തു. അബ്രഹാമോ ലോത്ത് ബാക്കി വെച്ചിട്ട് പോയത് കെട്ടി. എന്നാ സംഭവിച്ചെന്നറിയോ? 13-ാം അധ്യായം ഉൽപ്പത്തി 13:14 കുടുംബത്തിലേക്ക് ഒരു അനുഗ്രഹം വരുന്ന ഭാഗമാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലാണ് അച്ഛൻ വായിക്കാൻ പറയുന്നത്. ചില വീട് അനുഗ്രഹിക്കപ്പെടുന്ന ഇവിടെയായിരിക്കും. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം ഒരു വീടിനകത്തേക്ക് ദൈവാനുഗ്രഹം ഇങ്ങനെ കുത്തി വെള്ളച്ചാട്ടം പോലെ ഒഴുകി വരികയാണ്. ഇത്രയും നേലയില്ലാത്തൊരു സാധനം വരാൻ പോവാണ്. ആദ്യത്തെ വാഗ്ദാനം എന്തായിരുന്നു? നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ മഹത്തരമാക്കും, അല്ലേ? അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പൊ വരാൻ പോവാണ്. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, വായിച്ചേ, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. കണ്ടോ? നീ തല ഉയർത്തുക, 4 ദിക്കിലേക്ക് നോക്കുക. എപ്പോഴാ പറഞ്ഞെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. എപ്പോഴാ പറഞ്ഞെന്നറിയോ? അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം. എപ്പോഴാ? ഒന്നോടെ, എപ്പോഴാ? വേർപെട്ടതിന് ശേഷം, നഷ്ടപ്പെട്ടതിന് ശേഷം, ലോകത്തിന്റെ സമ്പൽ സമൃദ്ധി നഷ്ടപ്പെട്ടതിന് ശേഷം, മേച്ചിൽപ്പുറങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം, ചില നഷ്ടങ്ങൾ വന്നതിന് ശേഷം തളർന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഈ നഷ്ടങ്ങളിൽ നിന്ന് തല ഉയർത്തുക. ഈ നഷ്ടപ്പെട്ട വേദനിപ്പിച്ച അനുഭവങ്ങളിൽ നിന്ന് തല ഉയർത്തുക. തല ഉയർത്തുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ചിലർ പോയി തല ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നില്ലേ?
ആ ജോലി എനിക്ക് കിട്ടിയില്ല, 1/2 മാർക്ക് IELTS പോയി. എവിടെയോ നഷ്ടപ്പെട്ടത് തന്നെയാണ് ഇപ്പോഴും കൊണ്ട് തലവെച്ചിരിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ പോലത്തെ ഒരു കൊച്ചുണ്ടാവുമായിരുന്നെങ്കിൽ, അയാൾക്കടെ കെട്ടിയവനെ പോലത്തെ ഒരു കെട്ടിയവനുണ്ടായി, അവൻ്റെ ഭാര്യയെ പോലത്തെ തല അവിടെയൊക്കെ കൊണ്ടുവച്ചിരിക്കുകയാണ്. വിട്, നഷ്ടങ്ങളിൽ നിന്ന് തല മാറ്റുക, എന്നിട്ട് തലയങ്ങ് ദൈവസന്നിധിയിൽ ഉയർത്തുക. ഇപ്പോഴും നമ്മൾ പറയില്ലേ, എൻ്റെ ദൈവമേ എനിക്ക് എന്തോരം കല്യാണം വന്നാന്നറിയോ അല്ലേ? ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുക. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്നു, അയ്യോ എനിക്ക് എന്തോരം നല്ല പെണ്ണുങ്ങൾ വന്നാന്നറിയോ? അവിടെ കൊണ്ട് വെച്ചേക്ക് എപ്പോഴും തല, ഇതുവരെ രക്ഷപ്പെട്ടിട്ടുമില്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ആ മേച്ചിൽ പുറങ്ങളിലേക്ക് നോക്കിയിരിക്കാണ്ട് നീ ഇങ്ങോട്ട് നോക്കുക. ലോത്തെ കസ്റ്റഡിയിലാക്കി വെച്ചത് വിചാരിച്ച നീ തല കുനിച്ചിരിക്കണ്ട, നീ തല ഉയർത്തുക, 4 വശത്തേക്ക് നോക്കുക. എന്നിട്ടോ, നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഇതാ നിന്റെ സന്തതി പരമ്പരകളുടെ മേൽ അവകാശം ഒഴുകാൻ പോവുകയാണ്. ലോത്തിന്റെ മടിയിലല്ല ഇനി ജനം ഇരിക്കാൻ പോകുന്നത്. അവർ അബ്രഹാമിന്റെ മടിയിൽ, ഇസഹാക്കിന്റെ മടിയിൽ, യാക്കോബിന്റെ മടിയിൽ ഇരിക്കാൻ പോകുന്നതിന്റെ അഭിഷേകം ആരംഭിച്ചത് ഇവിടെയാ. മനസ്സിലായെങ്കിൽ ഒരു ഹാലലി പറഞ്ഞേ. അപ്പോൾ ലോത്ത് പോയി, അബ്രഹാം ഇങ്ങനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവർ, നമ്മളാണെങ്കിൽ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ പറയുന്ന അനേക വീട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ, ചേട്ടൻ മരിച്ച പിന്നെ അവനെ ഞാനാ വളർത്തിയത്, അവൻ എനിക്ക് കിട്ടി പണി ചെയ്ത്. അവക്കടെ ആങ്ങളമാരെ ഞാൻ അവിടെ ചെന്നേ പിന്നെ രക്ഷപ്പെട്ടത്. അതിയാൻ്റെ അനിയന്മാരെ ഞാൻ ചെല്ലുമ്പോൾ നിക്കറൂട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അവന്മാരിപ്പോൾ പൊങ്ങി കല്യാണം കഴിഞ്ഞപ്പോഴാണ് അവന് എന്നെയും ചേട്ടനെയും ഇങ്ങനത്തെ കേട്ടിട്ടില്ലേ? ഓരോ വീട്ടിലും ഇങ്ങനത്തെ കുറേ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതിൽ നിന്ന് വെറുപ്പായി, വിദ്വേഷമായി, വൈരാഗിയായി, കണ്ടാൻ മിണ്ടാണ്ടായി, അങ്ങനെ ഇങ്ങനെയൊക്കെയായി. ലോത്തിൻ്റെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നു. ലോത്ത് നല്ലൊരു പണിയങ്ങ് വെച്ചു കൊടുത്തു. ലോത്ത് അറിഞ്ഞിട്ടില്ല അബ്രഹാമിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞത്. എന്താ സംഭവിച്ചെന്നറിയോ? ലോത്ത് കണ്ടത് ലോകത്തിലെ നല്ല സ്ഥലമായിരുന്നു. ലോകത്തിലെ നല്ല സ്ഥലത്ത് വേറൊരു സാധനം കിടപ്പുണ്ടായിരുന്നു, പിശാചിൻ്റെ അഭിഷേകം അതുപോലെ കിടപ്പുണ്ടായിരുന്നു. സോദോം ഗോമോര പ്രദേശം പാപത്തിൽ ആറാടിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. പാപം എവിടെ കിടക്കുന്നുണ്ടോ അവിടെ ബന്ധനം വരും. പാപത്തിൻ്റെ വലിയ പച്ചപ്പുള്ള സ്ഥലം തന്നെയായിരുന്നു അത്. പാപത്തിൻ്റെ കൊഴുപ്പേറിയ സ്ഥലമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ പാപം അതിൻ്റെ സ്വഭാവം കാണിച്ചു. ഇതത് പിടിക്കപ്പെട്ടു. രാജാക്കന്മാർ, നാടുവാഴികളായ രാജാക്കന്മാർ വന്ന് സോദോം ഗോമോര പട്ടണം കീഴടക്കി ലോത്തിനെ ബന്ധിച്ച് പിടിച്ചുകൊണ്ട് പോയി. അപ്പം ലോത്ത് ബന്ധനത്തിലായി, അടിമയായി, കിട്ടിയ സമ്പത്തും പോയി, നേടിയതും പോയി, ഒക്കെ പോയി, ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയി. ഇപ്പം നമ്മളാണ് അബ്രഹാമിൻ്റെ സ്ഥലത്ത് എന്തു പറയും? അബ്രഹാമും സാറായും കൂടെ കഞ്ഞിയും കുടിച്ച് ഉണക്കമീനും ചുട്ടുന്ന കാന്താരിമോളം അതുപോലത്തെ അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. നല്ലതെല്ലാം ചെറുക്കം കൊണ്ടുപോയേ. അപ്പം ഇങ്ങനെ തൊട്ട് നിൽക്കുമ്പോൾ എന്ത് പറയും? പണ്ടൊക്കെ ദൈവം, പിന്നെ ഇപ്പം ദൈവം കൂടെ കൂടി കിട്ടിയിടി അവനിട്ട് നല്ലതൊന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതേ മനുഷ്യ നിങ്ങളവിടെ അനങ്ങാണ്ടിരിക്കുക, അവൻ അനുഭവിക്കട്ടെ, അവിടെ കിടക്കട്ടെ, അവൻ പോയി കഴിഞ്ഞാൽ നമുക്കത് എന്തൊക്കെ വീട്ടിൽ പറയും. എന്താണ് അബ്രഹാം ചെയ്തത്? അതാണ് അബ്രഹാമിൻ്റെ രണ്ടാമത്തെ സ്വഭാവം. തന്നെ വഞ്ചിച്ച് അല്ലെങ്കിൽ തന്നെ പറ്റിച്ച് തനിക്ക് കിട്ടാനുള്ള തൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് സഹോദരപുത്രനെ ലോത്ത് മൊത്തം സ്വന്തമാക്കി. അവൻ ബന്ധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം എഴുന്നേറ്റു. അയാൾ ചാടി എഴുന്നേറ്റ് തൻ്റെ വാഹനത്തിൽ തന്നോടൊപ്പം വസിക്കുന്ന 318 അഭ്യാസികളുമായി എഴുന്നേറ്റ് ചെന്ന് നാട്ടുരാജാക്കന്മാരെ കീഴ്പ്പെടുത്തി ലോത്തിനെ സ്വതന്ത്രമാക്കി. അബ്രഹാമിൻ്റെ ആ ഭവനത്തിലുണ്ടായ ജീവിതചര്യയുടെ രണ്ടാമത്തെ പ്രത്യേകത അത് സഹോദര സ്നേഹത്തിന് സ്ഥാനം കൊടുത്ത വീടായിരുന്നു. ഒന്നാമത്തത് അനുസരണമുള്ളതെങ്കിൽ രണ്ടാമത്തത് സഹോദര സ്നേഹം. ദൈവപുത്രൻ സക്കായിയോട് പറഞ്ഞു, നിന്റെ ഭവനം രക്ഷപ്പെട്ടത് അബ്രഹാമി ഭവനം എന്ന് വിളിക്കപ്പെടും, അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ ആ വീടിനകത്തൊഴികെ രണ്ടാമത്തെ രൂപയുടെ പേരാണ് സഹജീവിയെ സ്നേഹിക്കുന്നത്, സഹോദരനെ സ്നേഹിക്കുന്നത്. അതില്ലെങ്കിൽ തീർന്നു കേട്ടോ.